ബാഡ് ബോയ്സ് what you gonna do when they come for you. അങ്ങനെ ബാഡ് ബോയ്സിന്റെ 4th ഇൻസ്റ്റാൾമെന്റ് കണ്ടിരിക്കുകയാണ്. പക്ഷെ പാതി ഒരു മെസ്സി ഫീലിംഗ് ആണ് കിട്ടിയത്. കഴിഞ്ഞ 3 പാർട്ട് നോക്കിയാലും വലിയ കഥയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഫ്ലോ ഉണ്ടായി. ആ ഒരു ഒഴുക്കിലിരുന്ന് എൻഗേജ് ചെയ്തിരുന്ന് കാണായിരുന്നു. പക്ഷെ ഇതിനകത്ത് മാത്രം അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയില്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സാഗയുടെ ഒരു ഗതിയാവണം പോലെ തോന്നി. അത് കാണുമ്പോൾ മനസ്സിലാവും. ഹ്യൂമർ ആണെങ്കിൽ പോലും കഴിഞ്ഞ 3 പാർട്ടായിട്ട് കമ്പയർ ആണ് ഇതിനകത്ത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഇല്ല. അല്ല 2 കിടില മൊമെന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇതിലെ ഹെലികോപ്റ്ററിലെ കോമ്പാറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ ആക്ഷൻ സീക്വൻസ് അല്ല, ആ ഒരു ഹോൾ സീക്വൻസിന്റെ എക്സിക്യൂഷൻ അത് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ഡിസൈൻ എല്ലാം കൊണ്ടും. പിന്നെ റെജി എന്ന ക്യാരക്ടർ ഇതുവരെ ഒരു മാടപ്രാവായ ഒരു മറൈൻ സർജനായിട്ട് കാണിച്ചത്. പക്ഷെ ഇതിനകത്ത് പയ്യൻ്റെ ഒരു കിടിലൻ സീൻ ഉണ്ട്, അത് പൊളിച്ചു. പിന്നെ കഴിഞ്ഞ 3 പാർട്ടില്ലാത്ത വേറൊരു വലിയ സംഭവമുണ്ട്, വേറൊരു ബിഗ് പോസിറ്റീവ്, അത് വേറെ ലെവൽ ക്യാമറ വർക്ക്. കിഡിലൻ ഷോട്ട്സും കിഡിലൻ ക്യാമറ വർക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ക്ലൈമാക്സിലെ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമിംഗ് ആക്ഷൻ സീനിന്റെ എക്സിക്യൂഷൻ അത് നന്നായിട്ട് നല്ല കിഡിലായിട്ട് തന്നെ തോന്നി. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണെങ്കിലും കഴിഞ്ഞ പാർട്ടാണ് കൂടുതൽ ജസ്റ്റിസ് കൊണ്ടുവന്നതെന്ന് തോന്നും. ആ ഒരു 3ാമത്തെ പാർട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ എന്നാലും മൊത്തത്തിൽ അല്ലെങ്കിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വട്ടം തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്ത് കാണാനുള്ള സംഭവമാണ്. അങ്ങനെ നമുക്ക് തോന്നാനുള്ള വേറെ വലിയ റീസൺ ഇതിലെ 2 മെയിൻ ആക്ടേഴ്സാണ്, വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും. അവർ ഒരു മാറ്റവും ഇല്ലാണ്ട് നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് നന്നായിരുന്നു, കളറിങ് നന്നായിരുന്നു കഴിഞ്ഞ പാർട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓവറോൾ ബാഡ് ബോയ്സ് ഫ്രാഞ്ചൈസിൽ ഒരു വീക്കസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാലും ഒരു വട്ടം കാണാനുള്ള സംഭവം ഉണ്ട്.